ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ആരാ പറഞ്ഞു തരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകൻ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാ പറഞ്ഞു തരുന്നത്? അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമാണ്. അല്ലാഹുവേ, ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ്. ഫാത്തിമയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ, എന്തു പറ്റി ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒന്നുമില്ല. അലിയാര് തങ്ങൾക്ക് മനസ്സിലായി എന്തോ വിഷമമുണ്ടെന്ന്. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ ചാരത്ത് ചെന്നിരുന്നു. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടും ഫാത്തിമ പറയുന്നില്ല. അവസാനം കയ്യിൽ കേറി പിടിക്കുമ്പോ ഫാത്തിമ കരയുകയാ. കാരണം എന്തെന്നറിയുമോ? അലിയാര് തങ്ങള് കൈപിടിച്ചു നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാണ്. കാരണം കല്ല് പിടിച്ചിട്ട്, ആട്ടുകല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. കാരണം എന്തെന്നറിയുവോ? അലിയാര് തങ്ങള് പാവപ്പെട്ടവനാണ്, ഒരുപാട് സമ്പത്തൊന്നുമില്ലാത്ത മനുഷ്യന്. ഗോതമ്പ് മേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. ഫാത്തിമ ഗോതമ്പ് പൊടിക്കും. ആ പൊടിച്ച മാവ് കൊണ്ട് വിറ്റിട്ടാണ് അലിയാര് തങ്ങൾ ജീവിക്കുന്നത്. പടച്ചവനെ, അത്രയും പാവപ്പെട്ടവനാണ് അലിയാര് തങ്ങള്. പെങ്ങളെ, നീ ചോദിക്കും, സിറാജ് കഥാ മാവ് പൊടിച്ചാ കൈ പൊട്ടുമോ? പെങ്ങളെ, നിനക്കറിയാഞ്ഞിട്ടാണ്. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ ചരിത്രം നീ ചെന്ന് പഠിക്ക്. രണ്ടാൺകുട്ടികളാണുള്ളത്. ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ടു മക്കളുണ്ട്. 1 വയസ്സിന്റെ വ്യത്യാസം. രണ്ടുപേരും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഫാത്തിമ എങ്ങനെയാ ഉറക്കുന്നതെന്നറിയോ? മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറിന്റെ ഒരു ഭാഗം തൊട്ടിലിൽ കെട്ടുകയാണ്, മറുഭാഗം തന്റെ കാലിൽ കെട്ടിയിരിക്കുകയാണ്. റബ്ബേ, മക്കളെങ്ങാണം കരഞ്ഞ ഫാത്തിമ കാലിൽ കെട്ടിയിരിക്കുന്ന കയറിങ്ങനെ ആട്ടുകയാണ്. ആ കാല് കൊണ്ടാണ് മക്കളെ പോലും ആട്ടിയുറക്കുന്നത്. അതുപോലെ കഷ്ടപ്പാടാണ്, അതുപോലെ വല്ലാത്ത പ്രയാസമാണ്. അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അന്ന് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലിയാര് തങ്ങൾ അവസാനം പറഞ്ഞു, ഫാത്തിമ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ? നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ അലിയ്, എന്തേ അലിയ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് അലിയാര് തങ്ങളെന്ന ഭർത്താവ് പറയുകയാ, നാളെ നിന്റെ വാപ്പാനെ നീ കാണാൻ പോകണം, അള്ളാന്റെ റസൂലിനെ നീ കാണാൻ പോകണം ഫാത്തിമ. എന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം, നിന്റെ കഷ്ടപ്പാട് പറയണം, നിന്റെ പ്രയാസങ്ങൾ പറയണം, നിന്റെ വാപ്പയോട് നിന്റെ സങ്കടങ്ങൾ മുഴുവനും പറയണം. എന്നിട്ട് ഉപ്പാനോട് പറയണം, ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരടിമയെ എനിക്ക് താവാപ്പാ, എന്റെ സഹായത്തിന് ഉപകാരപ്പെടുമല്ലോ. നീ ചോദിച്ചാ വാപ്പ തരും, അല്ലാഹുവിന്റെ റസൂല് തരും. ഫാത്തിമയോട് പറയുന്നു, നീ ചോദിച്ചാ നിന്റെ വാപ്പ ഉറപ്പായിട്ടും തരും. വാപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, നബി തങ്ങൾ എന്തായാലും നിനക്ക് തരും. നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ, നിന്റെ പ്രയാസം മാറുമല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചു, പടച്ചവൻ അല്ലാഹുവേ, നല്ല കാര്യമാണല്ലോ, ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരടിമ വന്നാൽ എനിക്ക് സഹായമാകുമല്ലോ. അന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് വാപ്പയെ കാണാൻ പോവുകയാ, നിബിതങ്ങളെ കാണാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് അവിടെ ഫാത്തിമ കടന്നു ചെല്ലുമ്പോ
ഉപ്പ വീട്ടിലില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നേരം വെളുത്തപ്പോഴേ ഒരു യാത്ര പോയിരിക്കുകയാണ്. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി, വാപ്പയില്ലെന്നറിഞ്ഞപ്പോ വല്ലാത്ത വിഷമമായി. പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മാ കൈ കണ്ടോ ഉമ്മാ, വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മാ. ഉമ്മാന്റെ മുമ്പിലിരുന്ന് ആയിഷ ബീബിയുടെ മുമ്പിലിരുന്നിട്ട് ഫാത്തിമയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മാ വാപ്പ വരുമ്പോ പറയണം ഒരടിമ എനിക്ക് തരാന്, എന്നെ സഹായിക്കാൻ ഒരടിമയെ വേണം എനിക്ക്. ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിത്തരണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ നബിതങ്ങൾ വരുമ്പോ നിന്റെ വാപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്ക. അങ്ങനെ ആയിഷ ബീബി സമാധാനിപ്പിച്ചു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അല്ലാഹുവേ, അന്ന് രാത്രിയിലാണ് നബിതങ്ങൾ വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് നബിതങ്ങൾ വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പൊന്നുമോള് വന്നിരുന്നു നബിയേ, ഫാത്തിമ വന്നിരുന്നു നബിയേ, വല്ലാത്ത സങ്കടത്തിലാണ് നബിയേ. ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. ആട്ടുകല്ല് പിടിച്ചിട്ട്, കൈകൊണ്ട് മാവ് പൊടിക്കുന്ന കല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിലാണ്. ഫാത്തിമയുടെ ചരിത്രം ഇങ്ങനെ ആയിഷ ബീബി പറഞ്ഞു കൊടുത്തു. ഒരടിമയെ കൊടുക്ക് നബിയേ, പൊന്നുമോൾക്ക് ഒരടിമയെ കൊടുക്ക് നബിയേ. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീബി ഫാത്തിമ ബീബി എന്ന മകളെ കുറിച്ച് പറയുമ്പോ നിബിതങ്ങൾ ചാടി എഴുന്നേറ്റു. അള്ളാന്റെ റസൂല് ചാടി എഴുന്നേറ്റു. എനിക്കെന്റെ ഫാത്തിമയെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. ആയിഷ ബീബി പറഞ്ഞു, നബിയേ, ഒരുപാട് താമസിച്ചു നബിയേ, ഒരുപാട് രാത്രിയായി നബിയേ, നേരം വെളുത്തിട്ട് പോകാൻ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇല്ല, എനിക്കെന്റെ ഫാത്തിമയെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. അള്ളാഹുവിന്റെ പ്രവാചകനാ പാതിരാത്രിയിൽ തന്നെ ഇറങ്ങിയടോ. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന നബിതങ്ങള് പൊന്നാര മകള് കരഞ്ഞെന്ന് കേട്ടപ്പോ നബിതങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ചെന്നു. നബിതങ്ങൾ സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അലിയാരിതങ്ങൾ ചാടി എഴുന്നേക്കുകയാ. ഇരിക്കലിയ് തന്റെ മകനെ, തന്റെ മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തിയിട്ട് നബിതങ്ങൾ ഇടയിലിരുന്നു. ഫാത്തിമ എന്ന് പറയുന്ന കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകള്, ആ മകളുടെ കയ്യിൽ ഇങ്ങനെ നബിതങ്ങൾ പിടിക്കുകയാണ്. വല്ലാത്ത വേദന. തന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? പെരുമാതുറയിൽ പെൺമക്കളുള്ള ഉപ്പമാരേ, നീ വാപ്പയാണെന്ന് ചിന്തിക്കണേ. പെൺമക്കളുള്ള ഉപ്പമാര് ഒരു വാപ്പ ആരെ പോലെയാകണമെന്നറിയോ? നീ ഒരിക്കലും എടുത്തു ചാടേണ്ടവനല്ല, വാശി കാണിക്കേണ്ടവനല്ല. നീ ഒരു പെൺകുട്ടിയുടെ വാപ്പയാണ്. നീ ഒരുപാട് ചിന്തിക്കണം വാപ്പ. നീ എടുത്തു ചാടാൻ പാടില്ല വാപ്പ. അള്ളാന്റെ റസൂല് സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല. അള്ളാന്റെ റസൂലിന് അത്രയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നബിതങ്ങൾ ആ പാതിരാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോയത്. തന്റെ പൊന്നാര മകളോട് നബിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? മോളെ ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണമടോ. ഒരു വാപ്പ എന്ന് പറഞ്ഞാ, ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? പടച്ചവനെ, നിന്നെ പോലെ സൗകര്യമുണ്ടാകണമെന്നില്ല. നിന്റെ മകള് കടന്നു പോകുന്ന നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല. അവിടെ കൊട്ടാരം പോലെ വീടുണ്ടാകണമെന്നില്ല. അവൻ അന്നന്നത്തെ കാര്യം തന്നെ തെള്ളി നീക്കുന്നവനാകാം. പടച്ചവനെ, നിന്റെ വീട് പോലെ എല്ലാം അവിടെ ഇല്ല. മക്കള് പരാതി പറയും, അവര് സങ്കടം പറയും,
വാപ്പാ നീ ഉപദേശിക്കണം, വാപ്പാ പെങ്ങളെ ഉപദേശിച്ചു കൊടുക്കണം. പക്ഷേ ഇന്നത്തെ ഉപ്പമാരങ്ങനെയല്ല, ഇന്നത്തെ ഉമ്മമാരങ്ങനെയല്ല. മക്കളുടെ ജീവിതം പോയാലും അവർക്കൊന്നുമില്ല, മക്കൾ യതീമായി പോയാലും അവർക്കൊന്നുമില്ല. ഇന്ന് വാശിയാടോ, ആണിനും പെണ്ണിനും വാശിയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അല്ലാഹുവേ മക്കള് വിളിച്ചു പരാതി പറഞ്ഞാല്, മക്കള് വിളിച്ചെന്തെങ്കിലും ഒരു പരാതി പറഞ്ഞ വാപ്പ പറയുന്നു വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വന്നേരെ. നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് 2 കൈയും പൊട്ടിയിരിക്ക ജോലി ചെയ്തിട്ട് സങ്കടം പറഞ്ഞ മകളോട് നബിതങ്ങൾ ചോദിച്ചു, മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? നിന്റെ മകള് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം പറഞ്ഞപ്പോ നീ എന്തു പറഞ്ഞു? വാരിക്കെട്ടി വന്നേക്കാൻ കഴിഞ്ഞു, മതി, അവിടത്തെ ജീവിതമൊക്കെ മതി, വന്നേരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു നിമിഷം സംസാരിച്ച ഇന്ന് ബന്ധം ഒഴിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു ചങ്ങാതിയുണ്ട്, ഓൻ പറഞ്ഞു, ഉസ്താദ് എന്റെ അനിയന്റെ കല്യാണം, നിങ്ങൾ വരണം നിക്കാഹിന്. എനിക്ക് സത്യം പറഞ്ഞ നിക്കാഹിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവനെ കണ്ടപ്പോ അന്ന് പോകാൻ പറ്റാത്തതിന് ജാമ്യം എടുക്കണമല്ലോ. ഞാൻ ഇവന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, എടാ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ലടാ, എന്തൊക്കെയാ പ്രയാസങ്ങളായി പോയിട്ടോ, എങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ? ഓളെന്തേടാ? ഓള് പോയി ഉസ്താദെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓള് പോയി. എന്ത് പറ്റിയടാ? ഉസ്താദെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേര് ഓള് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് കാരണമൊന്നും വേണ്ടടോ. എടോ, ഈ പെണ്ണിനും പയ്യനും ഒരു 5 മിനിറ്റ് സംസാരിച്ചാ തീരുന്നതേ ഉള്ളൂ. അതെങ്ങനാ? മോളെ വിളിച്ചോണ്ട് വരുമ്പോ തന്നെ ഉമ്മ പറയും, ഇനി അവൻ വിളിച്ച ഫോൺ എടുത്തേക്കരുത്, ഓഫാക്കി വെച്ചേക്കാൻ. ഉമ്മ, ഇന്നത്തെ ഉമ്മയാ പറയണേ, അവൻ വിളിച്ചാ ഇനി എടുക്കരുത്, ബ്ലോക്കാക്കി വെച്ചേരെ. കാരണം സംസാരിച്ച മനസ്സു മാറിപ്പോയാലോ. എന്നാലും ഉമ്മ ഇവിടെ പെണ്ണുമ്പിള്ളയെക്കാളും വാശി ആർക്കാ? ഈ പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ തള്ളയ്ക്കാ. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അവള്. അമ്മായിയമ്മ അങ്ങനെയാണ് സംസാരിക്കണ്ടേ? അമ്മായിയപ്പന വാശിയടോ, ഈഗോ. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഞാനെങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഒരിക്കൽ, സാധാരണ ഈ മസ്ലിഹത്തിന് ഞാൻ ഇരിക്കാറില്ല, അന്ന് വെള്ളിയാഴ്ച ഒരു മസ്ലിഹത്ത് വന്നു. കാരണം വലിയൊരു കുടുംബമായിരുന്നത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അഡ്വക്കേറ്റിന് ഉൾപ്പെടെ എല്ലാ ചർച്ചകളും അവസാനിച്ചു. ഈ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാൻ അഡ്വക്കേറ്റ് വരെ ഉണ്ട്, എല്ലാം എഴുതി കൊണ്ടുവന്നിരിക്കുക കമ്മിറ്റി ഓഫീസിൽ. കഷ്ടകാലത്തിന് എന്നോട് പറഞ്ഞു, ഉസ്താദ് വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ കയറിയിരുന്നു. നോക്കുമ്പോൾ ഒരു അടിക്കുള്ള ആളുണ്ട്, 40 പേരുണ്ട്, 2 ഫാമിലി ഉണ്ട്. എന്നാ ബഹളവും അറിയോ അതിനകത്ത് കിടന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നപ്പോ, എന്താ ഉസ്താദെ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കണ്ട, ആ പെണ്ണിനോടും പയ്യനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ, ചർച്ചയെല്ലാം കഴിഞ്ഞതാ, ഇനി എന്താ സംസാരിക്കാനാ? ഓനാവാസി, എല്ലാം കഴിഞ്ഞല്ലേ, ഇനി എന്താ സംസാരിക്കുക? എല്ലാ ചർച്ചയും കഴിഞ്ഞല്ലേ, ഇനി കൊടുത്തതൊക്കെ എഴുതി വാങ്ങണം, പോണം. അപ്പൊ ഈ പയ്യന്റെ വാപ്പ പറഞ്ഞു, എന്താ ഉസ്താദ് സംസാരിച്ചാ കുഴപ്പമെന്താ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരോടുള്ള വാശിക്ക് പറഞ്ഞു. എന്തേ ഖത്തീബ് സംസാരിച്ച എന്തേ? അങ്ങനെ എനിക്കൊരു 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി. എന്റെ പ്രിയപ്പെട്ടവർ 2 പേരെയും വിളിച്ചു, മദ്രസയുടെ മുകളിൽ പോയി. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. സുബ്ഹാനല്ലാഹ്, അവിടെ ബദറും മുഹദും ഹന്തക്കും ഹൈബറൊക്കെ ഒരുമിച്ച് നടന്നിട്ടോ. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് പറയാൻ തുടങ്ങി. അല്ലാ, എടാ വാടാ പോടാ അടിവരെ നടന്നിടോ അതിനകത്ത്. എന്നാലും ഞാൻ മിണ്ടാതെ ഇരുന്നു. ഒരു ഉസ്താദ് എന്ന പരിഗണന നൽകിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു പറഞ്ഞു തീരട്ടെ. അങ്ങനെ 2 പേരും പറഞ്ഞു ക്ഷീണിച്ചു. കുടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു. ഞാൻ അവസാനം ചോദിച്ചു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അനിയാ ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഇവളുടെ കൂടെയോ? ഇല്ല ഉസ്താദേ. അങ്ങനെ എല്ലാ ചർച്ചയും പാളി. അവസാനം 8ാമത്തെ അടകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, എന്തായാലും താഴെ ചെന്ന് ഒപ്പിട്ടാൽ നിങ്ങൾ 2 പേരും 2ആയി പിരിയാൻ പോവുകയാ. എന്തായാലും ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, പോകുന്നതിന് മുമ്പ് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോ. എന്തായാലും നിങ്ങൾ പിരിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചപ്പം പലതും പറഞ്ഞിട്ടില്ലേ, ചീത്ത വിളിച്ചിട്ടില്ലേ, അടിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഒന്ന് പൊരുത്തം ചോദിച്ച് കെട്ടിപ്പിടിച്ചു. പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ, 2 എണ്ണം പോയി ഒപ്പിട്ടിട്ട് പൊക്കോ, ഞാൻ വിട്ടു, ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് മദ്രസയുടെ വാതിലടച്ച് പുറത്തിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കുന്നില്ല. എനിക്ക് വല്ലാത്ത ബേജാറായി. കാരണം അടിക്കുള്ള ആള് താഴെ ഇരിപ്പുണ്ട്. ഇവർ 2 പേരും എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ. വല്ലാത്ത പേടിയായി. 5 മിനിറ്റ് കഴിഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതെ വന്നപ്പോ ഞാൻ വാതിൽ തെള്ളി തുറന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോ 2ഉം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. 2 പേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, ഞങ്ങളെ പിരിപ്പിക്കാൻ പാടില്ല. പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇതിലേ ഇറങ്ങി
ഈ പള്ളിപ്പറമ്പിലെ കബറങ്കാടിൻ്റെ സൈഡേ ഒരു വഴിയുണ്ട്, ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിക്ക്, വീട്ടിൽ പോകരുത്. അള്ളാഹു ഈമാനമാറാകട്ടെ. ഞാൻ അവർക്ക് കൊടുത്തൊരു ഉപദേശം, അത് ഉള്ളതും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ജീവിക്കാൻ വിടാത്തത് നിങ്ങളുടെ വീട്ടുകാരാ, അവരുടെ വാശിയാ. നിങ്ങൾ വിധവയാകുന്നതിലോ നിങ്ങൾ പിരിയുന്നു അവർക്ക് വിഷയമില്ല, വാശി. രണ്ടുപേരും അതിലെ ഇറങ്ങിപ്പോയി. ഞാൻ താഴെ ചെല്ലുമ്പോഴും അഡ്വക്കേറ്റിന്റെ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഇന്ന് പല കുടുംബജീവിതത്തിലും. ഇവിടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. കാരണം ഇവര് സംസാരിക്കാൻ വിടത്തില്ല, അവര് സംസാരിക്കാൻ വിടത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കാരണം അതോ പെണ്ണിനും പെണ്ണിന്റെ വാപ്പായും എല്ലാ വാശി, എല്ലാത്തിനും വാശി. വാളെടുത്തവനൊക്കെ എന്താ പറയാ, വാളെടുത്തവനൊക്കെ എന്ന് പറയുന്നത് എല്ലാരും ഇങ്ങനെ നിൽക്കുക, വരുന്നവനും പോകുന്നവനും എല്ലാം ഇങ്ങനെ, വേണ്ട വേണ്ട വിടണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കടോ. അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് സ്നേഹിച്ചതുപോലെ ഒരു ഉപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല. ആ ഉപ്പ ആ മകളോട് ചോദിച്ച ചോദ്യം, മോളെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന വിവരം എന്തെന്നറിയോ? അറിയില്ല ഉപ്പ. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാത്തിനും നബിതങ്ങൾ പറഞ്ഞു, നീ എന്ത് ചെയ്താലും പ്രതിഫലം. അള്ളാന്റെ റസൂല് ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഭക്ഷണം വെച്ചാൽ, വസ്ത്രം കഴുകിയാൽ, വീട് തൂത്താൽ, നീ ഗർഭം ചുമന്നാൽ, പാല് കൊടുത്താ, മക്കളെ വളർത്തിയാ, എന്ത് ചെയ്താലും അള്ളാഹു തരുന്ന പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മകളോടും മരുമകനോടും. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവസാനം പറഞ്ഞു, ഫാത്തിമ ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത്, ഒരടിമയെ ചോദിച്ചല്ലേ എന്റെ പൊന്നുമോള് വന്നത്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ അടിമയെ ലഭിക്കുന്നതിനേക്കാ അള്ളാഹുവിന്റെ മുമ്പിൽ പുണ്യമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? നിനക്ക് അടിമയെ വേണോ? അള്ളാഹുടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? ഫാത്തിമ പറഞ്ഞു, എന്താ വാപ്പാ, എനിക്ക് നന്മയാണ് വേണ്ടത്, എന്താണെന്ന് പറഞ്ഞു തരുമോ? ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത നന്മ എന്താ? ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ ഫാത്തിമ, ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്ന ദിവസവും പറഞ്ഞു പെങ്ങള്, ഫാത്തിമ മരിക്കുന്ന ദിവസവും മറക്കാതെ പറഞ്ഞിരുന്ന നന്മയാ. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിനു ശേഷം ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല, മരിക്കുന്ന കാലം വരെ മുടക്കാറുമില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞ ഒരു നന്മയാടോ. ചിലപ്പോ വയത് കേൾക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കും, ഉസ്താദ് ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ ഇത് പറയാനാണോ ഇത്രയും നേരം എടുത്തത്? ഇത് പറയാനാണോ ഉസ്താദേ? കാരണം ഇതിന്റെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ. ഇത് ചെറുതാണെന്ന് തോന്നുന്നത് നമുക്കിതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുകയാണ്, പാവപ്പെട്ട മുഹാജിറായ പാവപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ സ്വർഗം മുഴുവനും പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാണ്. അവര് ഹജ്ജ് ചെയ്യുന്നു, അവര് ഉംറ ചെയ്യുന്നു, അവര് സദക്ക കൊടുക്കുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു. അല്ലാഹുവേ പ്രതിഫലം മുഴുവനും പണക്കാർക്കാണ്. ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നുമില്ല നബിയേ. ഞങ്ങൾ ഏത് കാലത്ത് പോയി ഹജ്ജ് ചെയ്യാനാണ്? ഏത് കാലത്ത് പോയി ഉംറ ചെയ്യാനാണ്? നബി തങ്ങളോട് സ്വഹാബത്ത് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ?
അൻസായ പാവപ്പെട്ട സഹാബത്ത് ചോദിച്ച് നബിയെ, പ്രതിഫലം മുഴുവനും പണക്കാർക്കാ. കാരണം അവർ ഹജ്ജിന് പോകും, അവർ ഉംറയ്ക്ക് പോകും, അവര് സദക്ക കൊടുക്കും, അവര് സക്കാത്ത് കൊടുക്കും. ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ പോലും വേറെ ഒന്നുമില്ല. ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെയാ ഹജ്ജിന് പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത്? അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ബലാ റസൂലല്ലാ, എന്തേ നബിയോ ഒന്ന് പറഞ്ഞതാ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? എടോ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ വേണോ വേണ്ടേ? വേണോ? എന്താ നന്മ? നിസ്കാരം കഴിഞ്ഞിട്ട്, ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസല്ലിയിൽ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്ർ പറയുന്നവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞ? ആ 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ ഓടുക. ഒരു ദിവസം 5 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന നന്മയാ ദിക്ർ. ഇന്ന് എത്ര വട്ടം പറഞ്ഞു? ആലോചിക്കേ. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ചെറുത് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞതല്ലേ, തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു. മരിക്കുന്ന കാലം വരെ ഫാത്തിമ പറഞ്ഞു, മരിക്കുന്ന കാലം വരെ അരിയാരിതങ്ങളും ചെയ്തു. ആ ഒരു നന്മയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ജീവിതകാലം മുഴുവനും ചെയ്യാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇവിടെ നിന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ ചെന്ന് എല്ലാ ജോലികളും കഴിഞ്ഞ് അവസാനം നീ നിന്റെ കിടപ്പറയിലേക്ക് വന്നിരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞ ഒരു നന്മയല്ലേ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ 3 ദിക്റുകൾ പറഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങാൻ തീരുമാനിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മത്സരിക്ക്. അല്ല പറഞ്ഞതാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇന്നത്തെ ഒരു ദിവസം അൽഹംദുലില്ലാഹ്, നാളെ വേണോ വേണ്ടയോ അത് നിന്റെ ഇഷ്ടം. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞിട്ടേ കിടന്നുറങ്ങൂ എന്ന് നിയ്യത്ത് ചെയ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൈവക്കിക്കേ ഉസ്താദ്. ഇന്നത്തെ ഒരു രാത്രി എന്റെ പരക്കയ്യന്മാരും ഉണ്ടോ ഇവിടെ? ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈ ഉയർത്തിയോ നാഥാ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും ഈ കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. സംസം വെള്ളം കുടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനേ, ഈ കൈ പൊക്കിയ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ആ കൈപൊക്കി എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കൈപൊക്കാത്തവൻ അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അതിനും കൂടെ ഒരു ആമീൻ പറ. പൈസ ഒന്നും ചോദിച്ചില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹ് പറയോ? ഇല്ല അല്ലാന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നുകൂടെ കൈപൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചെയ്താൽ ഇപ്പൊ എല്ലാം കൈപൊക്കി. പക്ഷെ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് നിനക്കിത് പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ നോക്ക്. ഇത് പറയണമെന്ന്, ഇത് പറയാതെ ഉറങ്ങരുത്. ഇത് ചെയ്യണം, ഇന്ന് ചെയ്യണമെന്ന് നിന്റെ മനസ്സ് നിന്നോട് പറയുകയും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സിങ്ങനെ പറയുന്നുണ്ട് ഇന്നിത് ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല. വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് കിടന്നുറങ്ങ്. ഒന്ന് ഉറങ്ങി നോക്ക്. ഇത്രയും കാലം ഉറങ്ങിയതുപോലല്ല, ഇന്നൊന്ന് ഉറങ്ങി നോക്ക്. ജീവിതത്തിൽ ഒരു മാറ്റം വരും. എൻ്റെ ഭർത്താവൊക്കെ വന്ന് കിടക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം ഉണ്ടാകും. അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു നല്ല കാര്യം കേട്ടാൽ അത് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഒരു മനസ്സ് നൽകുമാറാകട്ടെ.